സ്നേഹാർദ്രമായ അമ്മവേഷങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായിരുന്നു കവിയൂർ പൊന്നമ്മ. 6 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ 800-ലേറെ ചിത്രങ്ങളിൽ പൊന്നമ്മ വേഷമിട്ടു. KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയത്. മലയാള സിനിമകളിലെ വാത്സല്യത്തിന്റെ മുഖം തേടുന്ന ചലച്ചിത്ര ആസ്വാദകർക്ക് ആദ്യം തെളിയുന്നത് കവിയൂർ പൊന്നമ്മയുടെ മുഖമായിരുന്നു. അമ്മവേഷങ്ങൾ പകർന്നാടുന്ന മികവ്, നോക്കിലും വാക്കിലും വാത്സല്യത്തിന്റെ നിറവ്. ഗായികയായി കലാജീവിതം ആരംഭിച്ച് നാടകങ്ങളിലൂടെ അഭിനേത്രിയായി മാറി. പിൽക്കാലത്ത് സിനിമയിലെത്തിയ പൊന്നമ്മ സത്യൻ, മധു, പ്രേംനസീർ, സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെയെല്ലാം അമ്മവേഷങ്ങളിലൂടെ ശ്രദ്ധേയായി. നെഗറ്റീവ് റോളുകളടക്കം വ്യത്യസ്ത വേഷങ്ങൾ കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ചു. 1000-ഓളം സിനിമകളിലാണ് തന്റെ ദീർഘകാലം നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിൽ ഭാഗമായത്. മേഘതീർത്ഥം എന്ന ചിത്രം നിർമ്മിച്ചതിലൂടെ നിർമ്മാതാവിന്റെ വേഷത്തിലും കവിയൂർ പൊന്നമ്മയെത്തി. മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 4 തവണ വാത്സല്യ നിറവിനെ തേടിയെത്തി. സിനിമാ നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന പരേതനായ മണിസ്വാമിയാണ് ഭർത്താവ്. പത്തനംതിട്ടയിലെ കവിയൂരിൽ TP ദാമോദരന്റെയും ഗൗരിയമ്മയുടെയും മകളായി 1944 ജനുവരി 6-നാണ് പൊന്നമ്മയുടെ ജനനം. പിതാവാണ് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയത്. MS സുബ്ബലക്ഷ്മിയെ പോലെ വലിയ പാട്ടുകാരിയാകണമെന്നായിരുന്നു മോഹം. 8ഓളം സിനിമകളിലും കവിയൂർ പൊന്നമ്മ പാടിയിട്ടുണ്ട്. എന്നാൽ കവിയൂർ പൊന്നമ്മയ്ക്കായി കാലം കാത്തുവച്ചത് അഭിനയത്തിന്റെ വഴിയായിരുന്നു. 12 വയസ്സുള്ളപ്പോൾ സംഗീത സംവിധായകൻ G. ദേവരാജൻ നാടകത്തിൽ പാടാനായി പൊന്നമ്മയെ ക്ഷണിച്ചു. തോപ്പിൽ ഭാസിയുടെ മൂലധനത്തിലാണ് ആദ്യമായി പാടിയത്. പിന്നീട് അതേ നാടകത്തിൽ നായികയെ കിട്ടാതെ വന്നപ്പോൾ ഭാസിയുടെ നിർബന്ധത്താൽ നായികയാകേണ്ടി വന്നു. പിന്നെ KPSCയിലെ പ്രധാന നടിയായി പൊന്നമ്മ മാറി. പ്രതിഭ ആർട്സ് ക്ലബ്, കാളിദാസ കലാകേന്ദ്രം തുടങ്ങിയ നാടക സമിതികളിലും പ്രവർത്തിച്ചു. 14-ാം വയസ്സിലാണ് സിനിമാ ലോകത്തേക്ക് കവിയൂർ പൊന്നമ്മ കടന്നുവരുന്നത്. മെറിലാൻഡിന്റെ ശ്രീരാമ പട്ടാഭിഷേകത്തിൽ മണ്ഡോദരിയുടെ വേഷമായിരുന്നു ആദ്യം അഭിനയിച്ചത്. കുടുംബിനി എന്ന ചിത്രത്തിലൂടെ ആദ്യ അമ്മവേഷത്തിലും അരങ്ങേറി. തൊമ്മന്റെ മക്കൾ എന്ന ചിത്രത്തിൽ മലയാള സിനിമാ ലോകത്തിന്റെ അനശ്വര നായകന്മാരായ സത്യൻ, മധു എന്നിവരുടെ അമ്മവേഷവും കവിയൂർ പൊന്നമ്മയെ തേടിയെത്തി. മലയാളത്തിലെ പ്രമുഖ സംവിധായകരിൽ മിക്കവരുടെയും സിനിമകളിൽ അഭിനയിച്ചു. അസുരവിത്ത്, വെളുത്ത കത്രീന, ക്രോസ് ബെൽറ്റ്, നിർമാല്യം, നെല്ല്, കൊടിയേറ്റം, ഓപ്പോൾ, കരിമ്പന, തിങ്കളാഴ്ച നല്ല ദിവസം, ത്രിവേണി, നിഴലാട്ടം, തനിയാവർത്തനം, നഗക്ഷതങ്ങൾ, ഹിസ് ഹൈനസ് അബ്ദുള്ള, കിരീടം, ചെങ്കോൽ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. നിരവധി ടെലിവിഷൻ പരമ്പരകളിലും കവിയൂർ പൊന്നമ്മ അഭിനയിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.